അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായൊരു തിങ്കളാഴ്ച രാവ്, മുത്ത് ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായൊരു ദിവസത്തിലെ രാവ്. യാ അല്ലാഹ്, എത്രമേൽ മനോഹരമാണ്. ഇതുപോലെ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തില്ലേ? മനസ്സറിഞ്ഞ് 3 അൽഹംദുലില്ലാ പറഞ്ഞ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നമുക്ക് സ്വലാത്തു താജ് ചൊല്ലണം, മുത്തുനബിയുടെ മദ്ഹുകൾ ചൊല്ലണം. സ്വലാത്തിൻ്റെ കിരീടമാണ്, അതിൻ്റെ മഹത്വങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് ചൊല്ലാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ പല ആളുകളും സ്വലാത്തു താജ് ചൊല്ലുന്നവരായിരിക്കാം, പക്ഷേ അതിൻ്റെ കൃത്യമായ എണ്ണം എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് ഓതേണ്ടത്, ഓതിയാൽ എന്താണ് ഫലമായി ലഭിക്കുക, ഇതൊന്നും നമുക്കറിയില്ല. അതിൻ്റെ ആശയം ശരിക്കും നമ്മൾ പഠിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ വേണ്ടവണ്ണം ഒന്ന് അപ്ലൈ ചെയ്താൽ നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു റബ്ബുൽ ആലമീൻ ഹൈറിലാക്കി തരും. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ സ്വലാത്തിൻ്റെ ബർക്കത്തുണ്ട് പടച്ചോൻ നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഈ സ്വലാത്ത് ക്രോഡീകരിക്കുന്നത് മഹാനായ ഷേഖ് അബൂബക്കർ ബിൻ സാലിം റഹിമഹുല്ല എന്ന മഹാനാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വലിയ മഹാനായിരുന്നു ഷേഖ് അബൂബക്കർ ബിൻ സാലിം റഹിമഹുല്ല. ആ മഹാൻ കൃത്യമായി ഈ സ്വലാത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ മുതൽ അള്ളാഹിൻ്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളൊക്കെ ഇത് പതിവാക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ സ്വലാത്ത് ചൊല്ലി 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 സ്വപ്നത്തിൽ കണ്ടവർ, മുത്തുനബിയെ നേരിട്ട് കണ്ടവർ, ഹബീബാൽ ആശ്ലേഷിക്കപ്പെട്ടവർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം തന്നവർ, അങ്ങനെ എത്രയെത്ര ആളുകളാണ് ഈ സ്വലാത്ത് കൊണ്ട് വിജയം വരിച്ചതെന്നറിയോ? നമുക്കും ആ മഹാഭാഗ്യം ഉണ്ടാകണം. ഈ സ്വലാത്ത് പതിവായി ചൊല്ലിയാൽ മുത്തുനബിയോട് വല്ലാത്തൊരു അടുപ്പം നമുക്ക് ലഭിക്കും. കാരണം ഇത് മുഴുവൻ മുത്തുനബിയുടെ മദ്ഹാണ് ഈ സ്വലാത്തിലുള്ളത്, ഇല്ലേ? ഈ സ്വലാത്ത് മുഴുവൻ അഷ്റഫുൽ ഖൽക്കിൻ്റെ മദ്ഹാണ്, ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കലാണ്. ഇനി നിങ്ങൾക്ക് എന്താവശ്യം നിറവേറണമെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്ന കൊതിയുണ്ടെങ്കിലും, എന്താവശ്യമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്? വലിയ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ആയിക്കോട്ടെ, എന്ത് വലിയ പ്രയാസങ്ങളായിക്കോട്ടെ, ദിവസേന 7 തവണ നിങ്ങളൊന്ന് പതിവാക്കി നോക്കിക്കേ. ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കണ്ട് സന്തോഷിക്കും, നമ്മുടെ കനവിൽ വരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളും അതുപോലെ തന്നെ ഉലമാക്കളൊക്കെ ദുആ ചെയ്യുന്നതിന് മുൻപ് അൽഹംദുലില്ലാ പറഞ്ഞിട്ട് പല ദുആ മജ്ലിസുകളിലും ഈ സ്വലാത്തു താജ് ചൊല്ലാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വലാത്തു താജ് ചൊല്ലിയിട്ട് അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് അവൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഏതൊരു അറബി മാസത്തിൻ്റെയും ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ഇശാഇന് ശേഷം ആ വുളൂഓടുകൂടെ തന്നെ 70 തവണ ഈ സ്വലാത്ത് പതിവാക്കാം. എങ്ങനെ? ഏതൊരു അറബി മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ, അതായത് വെള്ളിയാഴ്ച രാവിലെ ഇശാ നിസ്കാരം കഴിഞ്ഞ് വുളുഓടുകൂടെ തന്നെ 70 തവണ പതിവാക്കാം. ആ വെള്ളിയാഴ്ചയുടെ തുടർന്ന് വരുന്ന 11 ദിവസവും ഇതുപോലെ ചെയ്യാം. മെൻസസ് പീരീഡ് ഉള്ളവർ ആ സമയം കണക്കാക്കി ചെയ്താൽ മതി. 70 തവണ ഇതിങ്ങനെ പതിവാക്കി വന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് കനവിൽ കാണാം 11 ദിവസം. ഇനി കണ്ടില്ലെങ്കിലോ? നമ്മുടെ കണ്ണിപ്പോൾ മുത്തുനബിയെ കാണാൻ പറ്റിയ കണ്ണാണോ? അള്ളാഹു അവിടുന്ന് കാരുണ്യവാനല്ലേ? അള്ളാഹു കാരുണ്യവാനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാരുണ്യത്തിൻ്റെ നേതാവാണ്. ആ മുത്തുനബി തങ്ങൾ കരുണ കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നാലോ? വല്ലാത്തൊരു കൊതിയുണ്ട് അല്ലേ? ഹബീബായ തങ്ങളെ കാണാൻ. കാരുണ്യവാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അപ്പോൾ 11 ദിവസം ഇതിങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തുനബിയെ കാണാം. ഇനി ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഇത് കാണാൻ പറ്റിയില്ലെങ്കിലോ? അതായത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഇഖ്ലാസിൻ്റെയൊക്കെ ഒരു അഭാവം കൊണ്ടായിരിക്കാം, അല്ലാഹു ആലം. കാണാൻ പറ്റിയില്ലെങ്കിലോ കണ്ടതിൻ്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമത്രേ. മുത്തുനബിയെ കണ്ടതിൻ്റെ പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തപ്പെടും. അള്ളാഹു അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നിങ്ങൾക്ക് മനസ്സിൽ ടെൻഷനുണ്ടോ? ഉസ്താദ് ടെൻഷനാണ്, ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, ഇങ്ങനെ സങ്കടം പറയുന്നവരുണ്ട്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്നും 7 തവണ പതിവാക്കുക. അതേ അസുറിന് ശേഷവും അതേ ഇശാഇന് ശേഷവും 3 തവണ. അപ്പോൾ സുബ്ഹി കഴിഞ്ഞിട്ട് 7, അസുർ കഴിഞ്ഞിട്ട് 7, തുടർന്ന് വരുന്ന ഇശാ കഴിഞ്ഞിട്ട് 7. അങ്ങനെ ഡെയിലി നിങ്ങളൊന്ന് പതിവാക്കി നോക്കിക്കേ, ടെൻഷനൊക്കെ മാറി നിൽക്കും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു സമാധാനം ഇറക്കിത്തരും, സ്വസ്ഥത അനുഭവിക്കാൻ കഴിയും, സന്തോഷം നിറഞ്ഞ ജീവിതം ലഭിക്കും. ഇനി അടുത്തത്, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? അതുപോലെ തന്നെ അസൂയ വെക്കുന്ന ധാരാളം ആളുകൾ നിങ്ങൾക്കെതിരിലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ. ദാരിദ്ര്യമാണ്, എപ്പോഴും ദാരിദ്ര്യം, എപ്പോഴും പ്രയാസം, എപ്പോഴും ബുദ്ധിമുട്ട്, എപ്പോഴും ഓരോരോ പ്രതിസന്ധികളാണ്, ഓരോ
ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയണില്ല. 40 രാത്രികളിൽ, എത്ര രാത്രി? 40 രാത്രികളിൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വുളുവോടുകൂടെ 41 തവണ പതിവാക്കുക. 40 രാത്രികളിൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വുളുവോടുകൂടെ 41 തവണ വീതം എല്ലാ ദിവസവും. അങ്ങനെ 40 രാത്രി നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, സമ്പത്തിൽ ബറക്കത്തുണ്ടാവണത് കാണാം. ദാരിദ്ര്യം മാറുന്നത് കാണാം, ശത്രുക്കൾ ഇല്ലാതെയാകും, അതുപോലെ സിഹർ, കണ്ണേറുകളൊക്കെ ബാത്തിലാവും. നിങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകുമത്രേ. ഇനി പ്രത്യേകമായി സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആവശ്യത്തിന് ജീവിച്ചു പോകാനൊക്കെ ഉണ്ട്, സമ്പത്തിൽ അഭിവൃദ്ധി വേണം, എല്ലാവർക്കും വേണമല്ലേ? ദാരിദ്ര്യത്തെ നമ്മൾ ഭയക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ തേടിയിട്ടുണ്ട്. ദരിദ്രനാകാൻ പാടില്ല, ദരിദ്രനല്ല. മിസ്കീൻ വേറെ, ഫക്കീർ വേറെ. ഫക്കീറാകരുത്. ഫക്കീർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ആവശ്യം ഉന്നയിക്കുന്ന ആളാണ്. അവന് മറ്റുള്ളവരുടെ സഹായം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, നമുക്ക് അള്ളാൻ്റെ സഹായം മതി, മറ്റൊരാളിലേക്ക് കൈ നീട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി വേണം. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ, മറ്റുള്ളവരിലേക്ക് ഹദിയകൾ ചെയ്യാൻ, സ്വതക്ക കൊടുക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ പണം വേണം. അങ്ങനെ സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിനും സുബഹ നിസ്കാരത്തിനും ഇടയിൽ 7 തവണ ഒന്ന് പതിവാക്കി പോരുക. 7 തവണ ചൊല്ലിയിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞ അല്ലാഹുവോട് ദുആരക്ക്, പടച്ചോനെ ഈ സ്വലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട്, നിനക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്താണല്ല, അതിൻ്റെ ബറക്കത്തുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ല, നിൻ്റെ മുമ്പിലില്ലാതെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുത്തല്ലേ അല്ല. ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ ദുആരുന്നാൽ നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകും. ഇനി നിങ്ങൾ അസുഖബാധിതരാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അസുഖബാധിതരുണ്ടെങ്കിൽ ഈ സ്വലാത്ത് നിങ്ങൾ 11 തവണ ചൊല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക. വേദനയുള്ള സ്ഥലങ്ങളിൽ പുരട്ടാം. അങ്ങനെ ഇതിങ്ങനെ മന്ത്രിച്ചിട്ട് കുടിക്കാൻ പതിവായി കൊടുത്തു കഴിഞ്ഞാൽ അസുഖങ്ങൾക്ക് ശമനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും, നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. ഇനി പ്രത്യേക കണക്കൊന്നുമില്ല, ഡെയിലി 1, 2, 3 ഒക്കെ നിങ്ങളെ കൊണ്ട് കഴിയണത് പോലെ പതിവായി ഇങ്ങനെ ചൊല്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്ന് നിറയും, സമാധാനം വന്ന് നിറയും, പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും പതിവായി ഇത് കൊണ്ടു നടക്കുന്നവർക്ക് വന്നു ചേരുമെന്നാണ്. പതിവായി ചൊല്ലുന്ന ആളുകളുണ്ടാവും. ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ചൊല്ലണ്ടേ? മഹാനായ അബൂബക്കർ ബിൻ സാലിം റഹിമഹുള്ളയുടെയൊക്കെ പൊരുത്തം ഇത് ചൊല്ലാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്ത് ഒരു തവണ എന്നോടൊപ്പം ഒന്ന് ചൊല്ലിക്ക്, മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലണം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ അല്ലാ. സ്വാഹിബി താജി വൽ മിഅറാജി വൽ ബുറാഖി വൽ അലം. അവിടുന്ന് കിരീടത്തിൻ്റെയും വാനാരോഹണത്തിൻ്റെയും ബുറാഖിൻ്റെയും പതാകയുടെയും ഉടമയാണ്. ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മറദി വൽ അലം. അവിടുന്ന് എല്ലാ പരീക്ഷണങ്ങളെയും രോഗങ്ങളെയും ദാരിദ്ര്യത്തെയും ഒക്കെ തടുക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി ഏതാണ്ടൊരു ചെറിയ ആശയം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഇസ്മുഹു മക്തൂബുൻ മർഫൂഉൻ മശ്ഫൂഉൻ മൻഖൂഷുൻ ഫിൽ ലൗഹി വൽ ഖലം. അവിടുത്തെ നാമം ലൗഹിലും ഖലമിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സയ്യിദുൽ അറബി വൽ അജം. അറബികളുടെയും അനറബികളുടെയും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിസ്മുഹു മുഖദ്ദസുൻ മുഅത്തറുൻ മുതഹ്ഹറുൻ മുനവ്വറുൻ ഫിൽ ബൈത്തി വൽ ഹറം. അവിടുത്തെ ശരീരം പരിശുദ്ധമാണ്. ഹറമിലും ഇരു ഹറമുകളിലും കഅബാലയത്തിലും പ്രകാശം പരത്തുന്നതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശംസുൽ ദുഹാ ബദരിദ് ദുജാ സ്വദരിൽ ഉലാ നൂരിൽ ഹുദാ കഹ്ഫിൽ വറാ മിസ്ബാഹിൽ ദുലം. പ്രഭാത സൂര്യനും കൂരിരുട്ടിലെ ചന്ദ്രനും നേർമാർഗത്തിലെ വെളിച്ചവുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജമീൽ ശിയം ഷഫീഉൽ ഉമം സ്വാഹിബിൽ ജൂദി വൽ കറം. അവിടുന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഉമ്മത്തിന് മുഴുവൻ ശുപാർശയാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശകരാണ്. അതുപോലെ തന്നെ അവിടുന്ന് ഔദാര്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഉടമയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു ആസിമുഹു. അല്ലാഹുവാണ് അവിടുത്തെ സംരക്ഷകൻ. വ ജിബ്രീലു ഖാദിമുഹു. ജിബ്രീലാണ് അവിടുത്തെ സേവകൻ. വൽ ബുറാഖു മർക്കബുഹു. ബുറാഖാണ് അവിടുത്തെ വാഹനം. വൽ മിഅറാജു സഫറുഹു. മിഅറാജാണ് അവിടുത്തെ യാത്ര. വ സിദ്റത്തുൽ മുന്തഹ മഖാമുഹു. അവിടുത്തെ സ്ഥാനം അത് സിദ്റത്തുൽ മുന്തഹയിലാണ്. അതുപോലെ വഖാബ ഖൗസൈനി മത്ലൂബുഹു വൽ മത്ലൂബു മഖ്സൂദുഹു വൽ മഖ്സൂദു മൗജൂദുഹു. ഖാബ ഖൗസൈനാണ് അവിടുത്തെ തേട്ടം. അവിടുത്തെ തേട്ടമാണ് അവിടുത്തെ ഉദ്ദേശം. ആ ലക്ഷ്യമാണ് അവിടുന്ന് നേടിയെടുത്തിട്ടുള്ളത്. സയ്യിദുൽ മുർസലീൻ ഖാതിമുൻ നബിയീൻ ഷഫീഉൽ മുദ്നിബീൻ അനീസുൽ ഗരീബീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ.
റാഹത്തിൽ ആശിഖീൻ മുറാദിൽ മുസ്താഖീൻ ഷംസിൽ ആരിഫീൻ. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളുടെ വിശേഷണങ്ങളാണ്. അവിടുന്ന് അമ്പിയാക്കളുടെ മുർസലുകളുടെ മുഴുവൻ രാജാവാണ്, നബിമാരുടെ അന്ത്യപ്രവാചകനാണ്, നബിമാരുടെ ഹാത്യമാണ് അവിടുന്ന്. ഷഫീഉൽ മുദ്നിബീൻ, പാപങ്ങൾ ചെയ്തവർക്ക് ശുപാർശകരാണ്. അതുപോലെ തന്നെ ജനതയ്ക്ക് മുഴുവൻ കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് മുഴുവൻ കാരുണ്യമാണ്, പ്രണയിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവുമാണ്. അതുപോലെ തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സറിഞ്ഞ് ഹബീബായ തങ്ങളെ പ്രണയിക്കുന്നവർക്ക് മുഴുവൻ സമാധാനം നൽകുന്ന നേതാവാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് പുകഴ്ചകയാണ് മുത്തുനബിയെ. ഷംസിൽ ആരിഫീൻ, ജ്ഞാനികളുടെ സൂര്യനാണ്. അവിടുന്ന് നേർവഴി സിദ്ധിച്ചവരുടെ വിളക്കാണ്. അള്ളാഹുവിനോട് അടുത്തവർക്ക് പ്രകാശമാണ് അല്ലേ. മിസ്ബാഹിൽ മുഖറബീൻ മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഗുറബാഇ വൽ മസാക്കീൻ, പാവപ്പെട്ടവരെ, സാധുക്കളെ, അതുപോലെ തന്നെ പ്രയാസങ്ങൾ സഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരാണ്, അവരെ നെഞ്ചോട് ചേർത്തവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദി സഖലൈൻ, അതേ ജിന്നുകളുടെയും മനുഷ്യരുടെയും നേതാവാണ്. നബിയിൽ ഹറമൈൻ, ഇരു ഹറമുകളുടെയും നബിയാണ്. ഇമാമുൽ ഖിബ്ലത്തൈൻ്റെ ഇമാമാണ്. വസീലത്തിന ഫിദ്ദാറൈൻ, ഇരു വീടുകളിലും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വസീലയാണ് മുത്തുനബി തങ്ങൾ. സ്വാഹിബി ഖാബ ഖൗസൈൻ മഹബൂബി റബ്ബിൽ മശ്രിഖൈൻ വൽ മഗ്രിബൈൻ, ഖാബ ഖൗസൈനിൻ്റെ ഉടമയാണ് മുത്തുനബി തങ്ങൾ. മഹബൂബി റബ്ബിൽ മശ്രിഖൈൻ വൽ മഗ്രിബൈൻ, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും നാഥനായ റബ്ബിൻ്റെ മഹബൂബാണ്. ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ്റെ വെല്ലുപ്പയാണ് മുത്തുനബി തങ്ങൾ. മൗലാന, നമ്മുടെ നേതാവ്, മൗല സഖലൈൻ, ജിന്നുകളുടെയും മനുഷ്യരുടെയും നാഥൻ, മനുഷ്യരുടെയും ഉടമയായ മുത്തുനബി തങ്ങൾ, നേതാവായ മുത്തുനബി തങ്ങൾ. അബുൽ ഖാസിം, അതേ ഖാസിമിൻ്റെ പിതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിന മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂരിൻ മിൻ നൂരില്ല, അള്ളാഹുവിൻ്റെ നൂറിൽ നിന്നുള്ള നൂറാണ്. യാ അയ്യുഹൽ മുസ്താഖൂൻ, യാ അയ്യുഹൽ മുസ്താഖൂൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കുന്നവരെ, ഇഷ്കുള്ളവരെ, ബിനൂരി ജമാലി സ്വല്ലു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിമു തസ്ലീമ, നിങ്ങളവിടത്തേക്ക് സ്വലാത്തും സലാമും വർഷിക്കണേ. ഏതാണ്ട് ഒരു ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നൊരാശയം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരിക്കൽ സ്വലാത്ത് മാത്രമായി ഒന്ന് ചൊല്ലി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم، دافع البلاء والوباء والقحط والمرض والألم، اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم، سيد العرب والعجم، جسمه مقدس معطر مطهر منور في البيت والحرم، شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم، جميل السيم شفيع الأمم صاحب الجود والكرم، والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه، وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده، سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين، سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين، صاحب قاب قوسين محبوب رب المشرقين والمغربين، جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله، يا أيها المشتاقون بنور جمال
آله صلوا عليه وعلى آله وصحبه وسلموا تسليما. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ ഒരുപാട് പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, പ്രത്യേകം സഹായം ആവശ്യപ്പെട്ടവരൊക്കെ ഉണ്ട്. നമുക്ക് അവരിൽ കുറച്ച് പേരെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കണ്ടേ? നിങ്ങളാൽ കഴിയുന്നൊരു ഹദിയ ഈ തിങ്കളാഴ്ച രാവിലെ മുത്തുനബിയുടെ പേർക്ക് എല്ലാവരും ചെയ്താൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു വലിയവനല്ലേ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കൈപിടിക്കൂലേ? ഹദിയ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു സാക്ഷാത്കരിക്കുമാറാകട്ടെ. അള്ളാഹു പ്രയാസങ്ങളൊക്കെ നീക്കുമാറാകട്ടെ. ആ റബ്ബുൽ ആലമീനെ മനസ്സറിഞ്ഞൊന്ന് വിളിക്കണ്ടേ നമുക്ക്? അസ്മാഉൽ ഹുസ്ന 99 നാമങ്ങൾ, അതുകൊണ്ട് ചോദിച്ചാൽ എന്തും തരും എന്നല്ലേ? മനസ്സറിഞ്ഞുകൊണ്ട് വിളിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്ന നമുക്കൊന്ന് ചൊല്ലാം. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസ്സാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അളീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയ്യു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹ്യി യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ്
يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. നിന്റെ നാമങ്ങൾ വിളിച്ചത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയത് നീ സ്വീകരിക്കണേ അല്ലാ. ഏതൊരു വിഷയത്തിൽ മുത്ത് ഹബീബിൻ്റെ മദ്ഹ് ഉണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് അല്ലേ? അള്ളാഹുവും അവൻ്റെ മലക്കുകൾ മുത്തുനബിയെ മദ്ഹ് ചെയ്യുന്നുണ്ട്, നമ്മളോട് ചെയ്യാൻ കൽപ്പനയുണ്ട്. നമുക്ക് അല്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ദ്വാരക്കണം. എല്ലാ പ്രയാസങ്ങളും റബ്ബ് മാറ്റിത്തരുമാറാകട്ടെ. ആദി ഔവൽ മഹിദരായി പാടച്ചു വെച്ച മുഹമ്മദാർ ബദ്രിലും ബദലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ ഇഷ്ഖറിയാതെ പാപി പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിടുന്നിവർ ആശയായി. ആഗ്രഹങ്ങളേറെയുണ്ട് കുബ്ബചാരത്തിൽ ചൊന്നിടാൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപമാലേ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബകം റഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറാ അണയും നേരത്ത് കൈവേടിയല്ലേ യാ നബി.
മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നോരത്തോരാണെൻ്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ, സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ, കൈവേടിയല്ലേ ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ് യാ റബ്ബന, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. ഞാൻ എല്ലാം വായിച്ചില്ലെങ്കിലും അല്ലാഹ് എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. ഈ കമന്റ് ചെയ്ത ഓരോരുത്തരും ഖൽബിൽ മുറാദും വെച്ചുകൊണ്ടിരിക്കണം. ഓരോരുത്തരുടെയും മുറാദ് എൻ്റെ നാഥൻ അറിയുന്നുണ്ട്, റബ്ബുൽ ആലമീൻ അറിയുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ പഠിച്ചത് എന്താ? അള്ളാഹിനോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് രൂഢമൂലമായ ഖൽബായി മാറും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച രാവിൽ നിന്റെ അസ്മാഉകൾ ചൊല്ലാനും നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ പറയാനും ഇരിക്കുന്ന ഈ ഇരുത്തം നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിഫാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാ. നിന്റെ കാരുണ്യത്തിലാണ് പ്രതീക്ഷ അല്ലാ. എത്രയെത്ര മുറാദുകളാണ് ഞങ്ങളുടെ കൽവിലുള്ളത്, എല്ലാം നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഓരോന്നോരോന്ന് ഞാൻ ഇവിടെ എണ്ണി പറഞ്ഞില്ലെങ്കിലും എല്ലാം അറിയുന്ന അല്ലാ, നിനക്കറിയാത്തതായി ഒന്നുമില്ലല്ലോ തമ്പുരാനെ. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണയല്ല. അസുഖബാധിതരുണ്ട്, ശിഫ നൽകണയല്ല. മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കണയല്ല. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്നൊരവസ്ഥ നൽകല്ലയല്ല. ഈമാൻ തരണയല്ല, തഖ്വ തരണയല്ല, ഖൽബിന് ബലം നൽകണയല്ല. നിന്നെ മഹബ്ബത്ത് വെച്ച് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. കുടുംബത്തിൽ സമാധാനം തരണയല്ല, പൊന്നുമക്കളെ നന്നാക്കണയല്ല, ശോഭനമായ ഭാവി നൽകണയല്ല, പുരോഗതി നൽകണയല്ല, പരീക്ഷകളിൽ വിജയം നൽകണയല്ല. മക്കളുടെ കൈകൊണ്ട് പടച്ചവനെ പ്രയാസത്തിലാകുന്നൊരവസ്ഥ നൽകല്ലയല്ല. മക്കളെ കൊണ്ട് നാണം കെടുന്നൊരവസ്ഥ നൽകല്ലയല്ല. സ്വാലിഹീങ്ങളാക്കണേ അല്ല. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നീ കൊടുക്കണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ല. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ല. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ല. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നീ നൽകണേ അല്ല. യാ റബ്ബനാ യാ റബ്ബനാ, കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ല. എന്ത് ബുദ്ധിമുട്ട് കൊണ്ടാണോ ഓരോരുത്തരും കഷ്ടപ്പെടുന്നത്? കമന്റുകളിൽ ഓരോ സങ്കടങ്ങളാണ് റബ്ബേ. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങി പല ആളുകളും ഇന്ന് കവറിലാണ് അല്ല. എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല. ഞങ്ങളെ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ല. പടച്ചവനെ, ഈ ദുനിയാവിലെ ചൂട് പോലും താങ്ങാൻ കഴിയാത്തതാണെങ്കിൽ നാളെ മഹ്ശറിൽ വന്നു നിൽക്കുമ്പോ വിയർപ്പിൽ മുങ്ങി കുളിക്കുന്ന നിമിഷം, ആരാരും തുണയില്ലാത്ത നിമിഷം, താജ്ദാരേ മദീന, സർവരേ ആലം, സർക്കാരെ ദോ ആലം, നൂറേ മുജസ്സം, അഷ്റഫുൽ അംബിയ, സയ്യിദുൽ അംബിയ, താജുൽ ഔലിയാ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ, അനീസുൽ ഗരീബീൻ, സയ്യിദുൽ തഖലൈൻ, മഹ്ബൂബ് റബ്ബിൽ ആലമീൻ, മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ. പടച്ചവനെ റിലീഫിലേക്ക് ഹദിയ ചെയ്തവരെ നീ ചേർത്തു പിടിക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.